എല്ലാ ചങ്ങായിമാർക്കും ഞങ്ങളുടെ പുതിയൊരു ഫുഡ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കുവൈറ്റിലെ ഫാഹയിലുള്ള സ്കൈവേസ് തട്ടുകടയിലെ കപ്പ ക്രാബ് എന്നൊരു കിഡിലോസ്കി ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചുമ്മാ അങ്ങ് ട്രൈ ചെയ്യില്ല, അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ അടക്കം നമ്മളിന്ന് കാണിക്കും. ദാ പിടിച്ചോ മാനത്ത് പറക്കണ കാക്കമ്മ എന്നൊക്കെ പറയും പോലെ ചട്ടിയിലിരിക്കണ ഞണ്ടൻ. ഇതിനു മുന്നേ ഇവരുടെ ഷേരി പൊള്ളിച്ച വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഫാമിലി ഡൈനിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുവാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ഒപ്പം നല്ല വാഷിംഗ് ഏരിയയും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇറുക്കണ ഞണ്ടിനെ അകത്താക്കാൻ അണിനിരന്നു കഴിഞ്ഞു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ആ ഭിത്തിയിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, നോബഡി ബ്രിങ്സ് പീപ്പിൾ ടുഗദർ ലൈക്ക് ഗുഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും ചങ്കുകളും ഫാമിലിയും ഒക്കെ ആയിട്ട് വരിക, എന്നിട്ട് സൊറയൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് അളിയ ആ ബില്ലങ്ങ് കൊടുത്തേര്, അതുപോലെ ഞാൻ കൊടുക്കാം ബില്ല്, നീ കൊടുക്കാം ബില്ല് എന്നുള്ള നല്ല നിമിഷങ്ങളിലൂടെ ഒത്തുചേരലിലൂടെ കടന്നു പോവുക. ബോറടി മാറ്റാൻ ഇവിടെ ഒരു പസിൽ ഗെയിമുണ്ട്. അത് നമ്മുടെ മനുമോൻ കണ്ടോ, സപ്ലി എഴുതാൻ പോലും ഈ ചെങ്ങ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അത്രയ്ക്ക് ആവേശത്തോടുകൂടിയാണ് കളിക്കുന്നത്. ബിജിമോൾ ഇവിടെ മിട്ടുമുയലിന് വഴി കാണിക്കുന്ന അതേ ആവേശത്തോടുകൂടി ഇവിടെ തല പോയിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ രായണൻ്റെ വക ബോഡി വിത്ത് മസിൽ ഷോ. ഇതാവുന്നു നമ്മുടെ റംഷീദ് ഭായ് ഈ സ്കൈവേസ് തട്ടുകട എല്ലാമാണ്. നമുക്ക് പ്രിപ്പറേഷൻ വീഡിയോ സ്റ്റാർട്ടാക്കാമെന്നാണ് ബ്രോ പറയുന്നത്. അപ്പോൾ തുടങ്ങിക്കളയാം. ആ ഞണ്ടുമോനെ ഇവിടെ കുളിപ്പിച്ച് കുട്ടനാക്കി തോടൊക്കെ അങ്ങോട്ട് പൊളിച്ചെടുത്ത് നല്ല ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ക്ലീനാക്കി സെറ്റാക്കി എടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ അവർ വൃത്തിയാക്കി. ഇവിടെ നമ്മൾ പുള്ളിയോട് കുറച്ച് പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിച്ച പൊറോട്ട ഒരു 25 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല നമ്മുടെ ചേട്ടൻ ഇവിടെ അടിച്ച പൊറോട്ട നല്ല രീതിയിൽ വീശി അടിച്ച് ഇവരുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ചെറിയ പൊറോട്ടയാണ്, പക്ഷേ നല്ല അടിച്ച പൊറോട്ട നല്ല ടേസ്റ്റി പൊറോട്ടയാണ്. സംഭവം കിടു ടേസ്റ്റാണ് ഇവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞാൽ. അടിച്ച് നല്ല സോഫ്റ്റ് പൊറോട്ട ചുട്ടെടുത്ത് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഇനി നമ്മുടെ കപ്പ ക്രാബിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പില, മല്ലിയില, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉലുവ, പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചതച്ചടിച്ച സാധനം, പിന്നെ നമ്മുടെ സവാള കുനുകുന അരിഞ്ഞത്, വെളുത്തുള്ളിയും മുളകും കൂടി ഇട്ട് ചതച്ചെടുത്തത്. ഇവനാണ് മെയിൻ. അതായത് മുളക്, സവാള, ഇഞ്ചി കൂടെ ചതച്ചെടുത്തത്. ഇനി നമ്മുടെ ഞണ്ടിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കറിവേപ്പിലയൊക്കെ ഇട്ടത് അതിൻ്റെ മുകളിലൊരു ഞണ്ട് വെച്ചേക്കുന്നത്, ഒരു അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഫ്രൈ ചെയ്ത് വെച്ചാണ് കേട്ടോ അതിൻ്റെ തല പോലെ. പിന്നെ തന്നെ മെയിൻ ഐറ്റമായ കപ്പ നല്ലോണം വേവിച്ചത് കടുക് താളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള മിക്സിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനിയും കുളിപ്പിച്ച് വെച്ച ഞണ്ടനെ കുറച്ച് വെള്ളത്തിനകത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂട്ടി അവനെ പുഴുങ്ങിയെടുക്കണം. ഇവിടെ നമ്മുടെ ഷെഫ് രഘുപതി ചേട്ടൻ ആ പാത്രം ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കുന്നുണ്ട്. ഇനിയും കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അതൊന്ന് ചൂടായി സെറ്റായി വരുമ്പോഴത്തേക്ക് ഉലുവയും കറിവേപ്പിലും കൂടി ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുനുവിനെ അരിഞ്ഞ് വെച്ച സവാള അങ്ങോട്ട് ഇടുന്നു. അത് നല്ല രീതിയിൽ അങ്ങോട്ട് ആ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മുടെ മുളകും ഇഞ്ചിയും സവാളയൊക്കെ ഇട്ട് ചതച്ച് വെച്ച അവനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അവനെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കണം. അവനെ 2-3 തവി ചേട്ടൻ അങ്ങോട്ട് വാരിയിട്ടു. അവനെ സെറ്റാക്കി നല്ല പരുവത്തിൽ ഇളക്കി അങ്ങോട്ട് എടുത്ത്, അവർക്കറിയാം ആ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് ആ ചേട്ടൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട്. കണ്ടോ ആ ഒരു ഐറ്റം സംഭവം പൊളിയാണ്. പിന്നെ അതിന് തക്കാളി അരിഞ്ഞ് വെച്ചത് അങ്ങോട്ട് മണ്ടക്കോട്ടിട്ട് നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ ഇളക്കി ആ ഒരു സ്റ്റൈൽ, ആ ഒരു സ്പീഡൊക്കെ എന്ന് പറഞ്ഞ് ഇവരെ സമ്മതിക്കണം. നല്ല ചൂടാണ് കേട്ടോ എൻ്റെ പൊന്നുമോനെ. ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടാണ്. അത് ബാക്കി വെച്ച കപ്പ നമ്മൾ വേവിച്ച് കടുക് തളിച്ച് വെച്ച കപ്പയും കൂടെ അങ്ങോട്ട് ഇട്ട് വെന്ത്, ഇനി അത് ഓൾറെഡി കുടഞ്ഞിരിക്കും. ഇനി നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കും. ഇതിനകത്തിട്ട് കുഴമ്പ് പരുവത്തിനായിട്ട് നല്ല സെറ്റാക്കി വേവിച്ച് വെള്ളം പോലെ ആക്കി എടുക്കും സംഭവം. അതായത് കുഴമ്പ് പരുവത്തിൽ നല്ല രീതിയിൽ അതങ്ങോട്ട് ഉടഞ്ഞ് ചേരും. നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്ന അതിനകത്തെ ആ മസാല പിടിച്ച ആ വെള്ളം ഇതിനകത്തോട്ട് വീണ്ടും ഒഴിച്ച് നല്ല രീതിയിൽ ആ സെറ്റായി ഇവിടെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ ഞണ്ടൻ ഇവിടെ വെന്തുടഞ്ഞ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഞണ്ട്. ഇനി ആ ഞണ്ട് മോനെ എടുത്ത് ഇതിനകത്തിട്ട് അതിനകത്ത് തോന്നുക കാലും കൈയും മാത്രം അതിനകത്തിട്ടിട്ട് അതിൻ്റെ ആ ഒരു അതിനകത്തുള്ള മാംസമില്ല, ഇത് കണ്ടോ തട്ടി എടുക്കുന്നുണ്ടോ, ആ തട്ടി അതിനകത്തോട്ടിടും. എന്നിട്ട് ഇത് ഇളക്കും. എന്നിട്ട് ആ കാലും കൈയും മാത്രം അതിനകത്തിട്ട് വെച്ച് നമ്മളെടുക്കും. എന്നിട്ട് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പെരിഞ്ചീരകം, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചേട്ടൻ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കും. ഇനി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങോട്ട് സെറ്റാക്കിയിട്ട് മല്ലിയില അങ്ങോട്ട് നല്ല രീതിയിൽ വിതറി കൊടുക്കണം. നല്ല രീതിയിൽ വിതറിയതിന് ശേഷം അതിന് കുറച്ച് പച്ചവെളിച്ചം അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി സെറ്റാക്കി ഫുൾ സെറ്റ് സംഭവം കഴിഞ്ഞു. പാത്രത്തിൽ ഞണ്ടൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു, കപ്പ ക്രാബ്. ഇനി അതിൻ്റെ കൂടെ ഒരു അടിച്ച ചായ കൂടെ ഉണ്ടെങ്കിൽ ഉഷാറാവും. ഇവിടെ നല്ല സമോവറിനകത്ത് ചായ കുടിക്കാൻ എൻ്റെ മോനെ അടിച്ച ചായ ഇത് വേറെ ലെവലാണ്. ഫ്രഷ് മിൽക്കിൽ സാധനം ഒഴിച്ച് പുള്ളി ഇവിടെ അടിച്ച് സെറ്റാക്കുന്നുണ്ട് നമ്മുടെ റംഷീദ് ഭായ്. ബ്രോ ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ അടിച്ച് അതിനൊരു വീശുണ്ട്. ബ്രോയുടെ നല്ലൊരു വീശ് അടിച്ച് ചായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശി അടിച്ചെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല പതഞ്ഞ് പൊങ്ങി സെറ്റായിട്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ആടെ കണ്ടോ പതഞ്ഞ് പൊന്തി നല്ല അടിച്ച ചായ ഇവൻ്റെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നടാവേ. ഇനി വീണ്ടും അങ്കത്തട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ ഇവിടെ പ്ലേറ്റൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കപ്പ ക്രാബിനെ ചുക്കാൻ പിടിച്ച റംഷീദും ഷെഫ് രഘുപതി ചേട്ടനും. അപ്പോൾ കപ്പ ക്രാബ് അങ്കത്തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. ആദ്യമായി ഈ അങ്കത്തട്ടിൽ അംഗം കുറിക്കുന്നത് ഞാനാണ്. ടേസ്റ്റ് നോക്കാം. നല്ല അടിച്ച പൊറോട്ടയും കുറച്ച് കപ്പ ക്രാബും കൂടെ ക്രാബ് മസാലയും. ആഹാ അന്തസ്.
എൻ്റെ പൊന്നടാവേ വേറെ ലെവൽ സാധനം. സ്വർഗം മാമാ സ്വർഗം. ഓ ഇത് ശരിക്കും ക്രോക്കഡൈലാണ്, മുതലാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക. ഞാൻ വെറുതെ തള്ളി പറയല്ല, നമ്മൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും വന്ന് ഇത് കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം ഇനി അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇനി അധികം നേരം വെച്ചുകൊണ്ട് മനുമോനൊക്കെ എന്നെ ചീത്ത വിളിച്ചു തുടങ്ങി. അറ്റാക്കിങ് മുറുകി നിൽക്കുമ്പോൾ നല്ല അടിച്ച ചായയും കൂടി കുടിച്ചാൽ എൻ്റെ പൊന്നടാവേ പൊളിസ്. ഞണ്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബോസ്കോ. ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കണം. ആ ഞണ്ട് കണ്ടാൽ ഞങ്ങളെ ഓടിച്ചിട്ട് ഇറുക്കും. ഇത് ഞങ്ങൾ പോകാൻ നേരം അവർ തന്നാണ് പുതിയ ഐറ്റം, ഫിഷ് തവ കാന്താരി. അപ്പോൾ ഇത് നമ്മുടെ കാന്താരി ഫിഷാണ്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നതാണ്. സംഭവം സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് സ്പൈസിയാണ്. അവർ പക്ഷെ പറയുന്നതനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ച് എടുക്കുമെന്നാണ് പറഞ്ഞത്. സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി, സൂപ്പർ.